ഡാർക്ക് നെറ്റ് വഴി രാസലഹരി കടത്തിയെന്ന കേസിൽ 3 വിദേശ പൗരന്മാരും പ്രതികളാകും. ഓസ്ട്രേലിയൻ സ്വദേശികളായ 2 പേരും ഒരു ബ്രിട്ടീഷ് പൗരനുമാണ് പ്രതികളാവുക. പ്രതികളെ ഇന്ത്യയിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയതായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഡാർക്ക് നെറ്റ് വഴിയുള്ള ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കെറ്റാമലോൺ കേസിൽ മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസനെ നേരത്തെ തന്നെ NCB പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് വിശദമായ വിവരങ്ങൾ NCBക്ക് ലഭിച്ചത്. വിദേശത്തുനിന്നുള്ള ബന്ധമെല്ലാം തന്നെ NCBക്ക് ലഭിച്ചിരുന്നു. പ്രധാനമായും എൻക്രിപ്റ്റഡ് കോഡ് വഴിയായിരുന്നു ഈ ഇടപാടുകാരുമായി ഇവർ ആശയവിനിമയം നടത്തിയത്. ഇതെല്ലാം തന്നെ ഡീകോഡ് ചെയ്തുള്ള വിശദാംശങ്ങളാണ് NCB ശേഖരിച്ചത്. ഇതിൽ വിദേശ ബന്ധമടക്കം സ്ഥിരീകരിച്ചപ്പോൾ 2 ഓസ്ട്രേലിയൻ പൗരനും ഒരു ബ്രിട്ടീഷ് പൗരനും ഈ കേസിൽ പ്രതികളാകുമെന്നാണ് ഇപ്പോൾ NCB അടക്കം വ്യക്തമാക്കുന്നത്. കേസിലെ 1-ാം പ്രതി എഡിസന് ലഹരി വിൽപ്പനയ്ക്കും അതോടൊപ്പം തന്നെ പണം കൈമാറ്റത്തിനും സഹായം ലഭിച്ചു എന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, ഇയാൾക്ക് ലഹരി ലഭിച്ചു, അതിനുശേഷം പിന്നീട് വിദേശ രാജ്യങ്ങളടക്കം ഇയാൾ വിൽപ്പന നടത്തിയെന്നാണ് NCB ഇപ്പോൾ പങ്കുവയ്ക്കുന്ന കാര്യം. നമുക്കറിയാം, 14 മാസത്തിനിടെ ഏതാണ്ട് 600ഓളം പാർസലാണ് എഡിസൺ ലഭിച്ചത്. എഡിസൺ അതിനുശേഷം പിന്നീട് പലയിടങ്ങളിലേക്ക് ഈ വിൽപ്പന നടത്തിയെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. വൈകാതെ ഈ വിദേശ പൗരന്മാരെ അടക്കം, ഈ 3 വിദേശ പൗരന്മാരെ അടക്കം പ്രതികളാക്കും. അതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി ഇതിനകം തന്നെ NCB വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് NCBക്ക് എഡിസണിലേക്ക് എത്താൻ കഴിഞ്ഞത്. നിതിൻ അംബുജൻ, കൊച്ചിയിൽ നിന്ന്.